അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് നിൻ്റെ വഴികൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. പലരും ആലോചിച്ചുറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ അത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോണവരുണ്ട്. ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി. കർത്താവേ, ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും ഈശോയെ. അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിതോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചനകൾ വ്യർത്ഥമാകും. അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ.
അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങളെ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ അത് അങ്ങ് ആഗ്രഹിക്കണമല്ല എന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ തൊഴിൽ സംരംഭങ്ങൾ ആശീർവദിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ടുമുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ നിൻ്റെ 100% നിൻ്റെ കഴിവിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായിപ്പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിൻ്റെ കൃപ കൊണ്ട് സംഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. മത്തായി 6:26 ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇപ്പൊ നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്? ഞാൻ വഴിമുട്ടി, അളമുട്ടി, ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ നിങ്ങൾ ആസ്തിഭദ്രകൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങൾ അവകാശമാക്കുമെന്ന് പറഞ്ഞ് അടുത്തത് അതെടുത്ത് യോഹന്നാൻ 4:38 നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. ചില സമയത്ത് അങ്ങനെ വരാം. എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ച കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്താ പറയണത്? അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ ടോക്ക്. ഹ്യൂമിലിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. അതുകൊണ്ടാണ് അമ്മ പറയണത്, അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ, എൻ്റെ എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ. ആ ആനന്ദത്തിൻ്റെ കാരണം എന്താ? അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കണം പാർത്തതാണ്. ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം. അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത്. ലുക്ക 1:46-47 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് അവന്റെ കാരണം. എന്താ? ലുക്ക 1:48 എന്താ പറയണേ? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എൻ്റെ ദൈവത്തിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ്. അത് എന്ത് കിട്ടിയാലും അവർ തന്നു,
അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത്, ഇവർ തന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേ അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു, ബാക്കി തന്നതാണ്. ഇങ്ങനെ ഒന്നും ആരെയും താത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തേക്കാണ്. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് താഴ്മയോടെ അംഗീകരിക്കണം. ബൈബിൾ അംഗീകരിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി. അപ്പോൾ ഞാൻ സെമിനാരി പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സെമിനാരി പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. പക്ഷേ അപ്പൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. പിന്നീട് അത് മനസ്സിലാക്കി. ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത്. അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ്. അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല, അപ്പനില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന് ആലപ്പുഴ 10-32 കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം. എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖ മാത്രമാണ്. എനിക്കന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈടുപെട്ട പ്രാർത്ഥനകളാണ്. നമ്മൾ നമസ്കാരമില്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്തിൽ ജനിച്ചതെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരായിരുന്നു. ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം. അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും. അത് 6 വയസ്സിലാ 7 വയസ്സിലാ പഠിച്ച സംഭവമാണത്. പക്ഷേ അതൊരു 10ാം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെമിനാരി വന്നതിന് ശേഷമാണ് ഞാൻ ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ജപമാല വലിയ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഈ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എക്സ്റ്റൻഷനാണ്. കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ജപമാല. ആദ്യം ജപമാലയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജപമാല ഒരു 12ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ്. പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ്, ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ മറിയം ഗർഭം ധരിച്ചതും കന്യാമറിയത്ത് നാം പിറന്നു എന്ന കാര്യം നമ്മൾ മംഗളവാർത്ത ദിവസം എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമറിയത്ത് വിശ്വാസപ്രമാണം കന്യാമറി ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തിൽ റെഡ് മാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? കന്യാമറിയത്ത് ജനിച്ചു എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന്. അപ്പം ഞാൻ തലയല്ല കുനിക്കണത്, ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കും. അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കന്യാമറിയത്ത് ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം, ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന ശിലയെന്ന് പറയണത് ഈ കന്യാമറിയത്ത് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിലാണ്.
അത് ദൈവത്തോട് 1000 ഹൃദയത്തോടെ നമ്മൾ നമ്രശിരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല. അത്രയും വലിയ രഹസ്യമാണത്. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവ മാതാവിൻ്റെ കരം പിടിച്ച് ദൈവ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാക്ഷ്യം അമേരിക്കയിൽ നിന്നുള്ള ലാലി എന്ന ഒരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ലാലി ജോസഫ്. ഞാൻ ഹ്യൂസ്റ്റൺ, അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ മകൾക്ക് കിട്ടിയ ഭൗതിക ആനുകൂല്യങ്ങളാണ്. 10 വർഷമായിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്മേൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ നടന്ന സ്ഥലം വിഭജന സംബന്ധമായിട്ടുള്ളൊരു വിഷയം നടന്ന കാര്യം ആ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് തീർത്ഥാടക ഉടമ്പടിക്ക് ശേഷം അമേരിക്കയിൽ ഡ്രൈവ് ചെയ്തിരുന്ന സമയത്ത് ഒരു ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ കുഞ്ഞ് എപ്രകാരമാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ദൈവമാതാവ് ആ മകളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ സാക്ഷ്യ വിശകലന ശുശ്രൂഷയിൽ ഈ ഒരു ഭാഗമല്ല നമുക്ക് പ്രാധാന്യം, 2ാമത്തെ ഭാഗമാണ്. 2ാമത്തെ ഭാഗത്തിൽ ലാലി എന്ന മകള് പറയുന്ന സാക്ഷ്യം ഇതാണ്. അതായത് ഈ ലാലി എന്ന മകൾക്ക് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വിദേശത്തായിരിക്കുമ്പോൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി ഇവർക്ക് അറിവ് ലഭിക്കുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു സാക്ഷ്യമായിരിക്കാം. എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കയിലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കാണപ്പെട്ടു. അപ്പോൾ എൻ്റെ സിസ്റ്റർ മരിച്ചത് ആത്മഹത്യയാണോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും കൂടി ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവമേ അവളിൽ കരുണയായിരിക്കണമേ, അവളെ സ്വർഗത്തിലേക്ക് കരയറ്റണമേ. അപ്പോൾ ഞാൻ ഇവിടെ സെപ്റ്റംബർ 2022 ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചു, എൻ്റെ പരിശുദ്ധയമ്മേ, എൻ്റെ തിരുക്കുമാരനെ അവളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന്. അപ്പോൾ എൻ്റെ ആ ഉടമ്പടി തീരുന്നതിന് 10 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ സഹോദരി സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി, ദൈവം കാരുണ്യവാനാണ്, എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം ഒരു പക്ഷേ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന്. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, എൻ്റെ സിസ്റ്ററിന് വേണ്ടി എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ കുടുംബം. പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിക്കാനായി ഓർമ്മ വരുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ്, എൻ്റെ സിസ്റ്റർ സ്വർഗത്തിലാണല്ലോ എന്നാണതാണ്. ഈ ലാലി എന്ന അമ്മ വെച്ച ഒരു നിയോഗം ഇപ്രകാരമാണ്: മരിച്ച ഈ സഹോദരിയുടെ പാപങ്ങൾ പൊറുത്ത് ക്ഷമിച്ച് നീ സ്വർഗത്തിലേക്ക് ചേർക്കണമേ, നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന്. ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ്. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളാണ് ഈ ഒരു നിയോഗം തങ്ങളുടെ ഉടമ്പടിയിൽ തന്നെ എഴുതി പ്രാർത്ഥിക്കുന്നത്. ഈ ലാലി എന്ന മകൾക്ക് ലഭിച്ച ഈ വലിയൊരു സാക്ഷ്യ അനുഭവത്തെ മുൻനിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ സ്വന്തം അപ്പച്ചൻ, പേര് ജോസഫ് എന്നാണ്, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷയുടെ അവസാന ദിവസം കൗൺസിലറിനെ കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചനോട് ആ കൗൺസിലർ ചോദിച്ചു, ആരാണ് സേവിയർ എന്ന് ചോദിച്ചു. ഈ സേവിയർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാണ്, ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു സേവിയർ എൻ്റെ അപ്പനാണ്. അപ്പോൾ കൗൺസിലർ പറഞ്ഞത് ഇപ്രകാരമാണ്, സേവിയർ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പോൾ അപ്പച്ചൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ വിഷയം പറഞ്ഞു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നു മുതൽ അതിതീക്ഷ്ണമായി തീവ്രമായി പ്രാർത്ഥനയോടെ ത്യാഗത്തോടു കൂടി ഞാൻ ഈ വിഷയം ദൈവപിതാവിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിച്ചു. കുറേ നാളുകൾക്ക് ശേഷം, അധികം നാളെടുത്തില്ല, കുറച്ച് നാൾക്ക് ശേഷം പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ഈശോ വലിയൊരു സന്ദേശം കൈമാറി. ജോമോളെ, ഇനി നീ പ്രാർത്ഥിക്കണ്ട, നിന്റെ പ്രാർത്ഥന സ്വർഗം ഏറ്റെടുത്തു. സേവിയർ എന്ന് പറഞ്ഞ എൻ്റെ അപ്പൂപ്പൻ അത്രയേറെ വർഷങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം എന്തുമാത്രം പ്രായമുണ്ടാകും. അപ്പൻ സ്വർഗത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി, നീ ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. ആ സമയം പിന്നീട് ഇന്ന് വരെ ഞാൻ ഈ സേവിയർ എന്ന അപ്പൂപ്പന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം സ്വർഗം നേരിട്ട് എനിക്കൊരു ബോധ്യം തന്നു, ആ പ്രാർത്ഥന എടുത്തു എന്ന്. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ പലർക്കും ഈ ഒരു ശുദ്ധീകരണ ആത്മാക്കളെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ തിയോളജി പഠനകാലം കളമശ്ശേരിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ജോമോളെ അറിഞ്ഞോ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ വ്യക്തിക്ക് ഈ ജർമ്മൻ എക്സാം പാസ്സാകാനും ഇൻ്റർവ്യൂ ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അത് ആ മകള് എന്നോട് പറഞ്ഞത് ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഷയം നടന്നത് എന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ എന്നോടിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു നോട്ട് തന്നു, ജോമോളെ ഈ സിസ്റ്റർ പറയുന്നത് തെറ്റാണ്, റോങ് ഇൻഫോർമേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ റോങ് ആണെന്ന് പരിശുദ്ധാത്മാവ് റീഡ് ചെയ്തുകൊണ്ട് ഞാനൊരു വിഷയത്തിൻ്റെ പിന്നാലെ നടന്നു. വിഷയത്തിൻ്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് 2 സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു, എന്തുകൊണ്ടാണ് ഈശോ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നതെന്ന്. ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ വ്യക്തി മരിയൻ ഉടമ്പടി എടുത്ത ആളായിരുന്നു. ജർമ്മൻ ഇൻ്റർവ്യൂ പാസ്സായതും അതുപോലെ തന്നെ ഈ B2 പിന്നീട് പാസ്സായത് ഈ മകള് ഈ മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാലാണ് ഈ വിഷയം ആ മകൾക്ക് നടന്നു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് നുണയാണെന്ന് പരിശുദ്ധാത്മാവ് റീഡ് ചെയ്തത്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ദൈവ തിരുസന്നിധിയിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപകൾക്ക് അനുസൃതമാണ് നമുക്ക് ദൈവ തിരുസന്നിധിയിൽ മീഡിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈശോ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആ കപ്പാസിറ്റി ഉള്ളത് ദൈവപിതാവിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ ദൈവമാതാവിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് ശുദ്ധീകരണ ആത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഷയം നടന്നതെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഇവർ പറയുന്നത് തെറ്റാണ്, ഇവൾ ഉടമ്പടി എടുത്തവളാണ്. അപ്പോൾ ദൈവമാതാവിൻ്റെ അപ്രതിരോധ്യമായ മധ്യസ്ഥം, ഞാൻ ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില മധ്യസ്ഥ വ്യക്തികളെയും അവരുടെ ചുറ്റുപാടുകളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം എന്ന വലിയ വ്യക്തിയെപ്പറ്റി. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ്. സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം ആളായതുകൊണ്ട് ദൈവപിതാവ് ഈ ഒരു ദുരന്ത വെളിപാട് അബ്രഹത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ അബ്രഹാം തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉൽപ്പത്തി 18:23, ദുഷ്ടന്മാരുടെ ഒപ്പം നീതിമാന്മാരെയും നീ നശിപ്പിക്കും. നിയമത്തിലെ ഇനി പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ 2 വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ശതാധിപൻ തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി യഹൂദ പ്രമാണികളെ ഈശോയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഭാഗം ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, നീ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്, കാരണം ലൂക്ക 7:5, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിയിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻട്രൊഡക്ഷന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. 2, നമുക്ക് ഒരു സിനഗോഗ് പണിയിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൈവരാജ്യ വികസനത്തിനായി ഒരു സിനഗോഗ് പണിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രേക്ഷിത പ്രവർത്തനമാണ്.
ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാക്ഷ്യമുണ്ടല്ലോ, അതായത് ലാലി എന്ന മകളുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഈ ഒരു സന്ദേശം ലഭിച്ചത്? അതിൻ്റെ കാരണം ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ മകൾ എന്നാണോ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ദൈവരാജ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുക്കും. സ്പാനിഷൊന്നും പറയാൻ എനിക്കറിയില്ല, പക്ഷേങ്കിൽ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചിട്ട് ഞാനിങ്ങനെ പറയും, സ്പാനിഷുകാരെല്ലാം നല്ല വിശ്വാസികളാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്ത് ഓൺലൈനിൽ കൊടുത്താൽ മതി, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാരുണ്യ പ്രവർത്തനം നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് എൻ്റേതായ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമാണ്. ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായി പത്രപ്രേക്ഷിത പ്രവർത്തനം മാത്രമല്ല ഈ മകള് ചെയ്യുന്നത്. എനിക്ക് അവിടെ ഇങ്ങനെ അമേരിക്കയിലെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവിടെ പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതെ ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ പൈസ കൊടുക്കുകയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് ധ്യാന കേന്ദ്രങ്ങൾ, അതായത് നമുക്ക് ദൈവത്തെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ എന്താണ് ദൈവത്തെ അറിയിക്കുവാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രേക്ഷിത പ്രവർത്തനം? എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല, പക്ഷെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നവരെ ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും. ഈ മകൾ പറയുകയാണ്, പ്രാർത്ഥന എനിക്കൊരു ഹരമാണ്. അതായത് രാവിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് രാവിലെ ഒരു കാപ്പി കുടിക്കുന്ന ഒരു അനുഭവമാണ്. അത്രയേറെ ഈശോയെ സ്നേഹിച്ച് ആസ്വദിച്ചാണ് ഈ ഒരു ദിവ്യബലിയിൽ ഈ അമ്മ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ഖരമാണ്. എന്നും കുർബാന കാണണം. എനിക്കെന്നും കുർബാന കണ്ടില്ലെങ്കിൽ എനിക്കൊരു കാപ്പി കുടിക്കാത്ത ഒരു ഫീലിംഗ് ആണ് രാവിലെ. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നീട് ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: ഞായറാഴ്ചകളിൽ 1 മണിക്കൂർ ഞാൻ നിത്യാരാധന ചാപ്പലിരുന്ന് ഈശോയോട് കൂടെ ഈശോയെ രുചിച്ചറിഞ്ഞ് ഞാൻ അനുഭവിച്ച് ആരാധിക്കും. പിന്നെ പറയുന്നുണ്ട്, വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. ഇപ്രകാരം തിരുസഭയെ കെട്ടിപ്പടുക്കാൻ ഈ പ്രാർത്ഥനകൾ ഉപയോഗിച്ചപ്പോൾ സ്വർഗം ഈ മകളോട് നീതി കാണിച്ചു. ഉടനടിയാണ് ഉത്തരം കൊടുത്തത്. ഈ മകളുടെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി മരിയൻ ഉടമ്പടിയെടുത്തു എന്നുള്ള യോഗ്യതയാൽ ദൈവമാതാവ് ആ വിഷയം ഏറ്റെടുത്തു. ഈ മകളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോയെ അറിഞ്ഞ വ്യക്തികളൊക്കെ ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കാമെന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചന ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 41-42 തിരുവചനങ്ങളാണ്. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന്. അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപകൾക്ക് അനുപാതികമായിട്ടായിരിക്കും സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വത്തിന് ആനുപാതികമായിട്ടാണ് ദൈവതിരുസന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥ സ്വാധീനം കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ് ഈശോയെ സ്വീകരിച്ച് ലോകത്തിന് കൊടുത്ത ദൈവമാതാവിന് അത്രയേറെ മധ്യസ്ഥ സ്വാധീനം സമയത്തിൻ്റെ മേൽ ഈ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി നമ്മുടെ ജീവിത വിഷയങ്ങളിൽ നടക്കാൻ വേണ്ടി ദൈവപിതാവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടിയിൽ ഈ ലാലി എന്ന് പറഞ്ഞ ഞാൻ പങ്കുവെച്ച മകളുടെ സാക്ഷ്യവും അപ്രകാരമുള്ളതാണ്. സമയത്തിൻ്റെ മേൽ
മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് ഈ മകൾക്ക് ഈ 2 വിഷയങ്ങൾ സമയബന്ധിതമായി നടന്നു കിട്ടിയത്. ഒന്ന്, പ്രോപ്പർട്ടി ഡിവിഷൻ്റെ ഒരു ഇഷ്യൂ, രണ്ടാമതായിട്ട് ഈ മകളുടെ സ്വർഗപ്രവേശനവും. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 13-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ, എൻ്റെ നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുമെന്ന്. ഈശോയുടെ തന്നെ വചനമാണത്. നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. അവരുടെ മധ്യസ്ഥ സ്വാധീനം സ്വർഗത്തിൽ വളരെയേറെ വിലയുള്ളതാണ്. പഴയ നിയമത്തിലും ഈ യുഗാന്തത്തോടനുബന്ധിച്ചുള്ള തിരുവചന ഭാഗങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദാനിയേൽ 12:3 തിരുവചനം, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രശോഭിക്കുമെന്നും. ഈ ഒരു വലിയ സാക്ഷ്യ വിശകലന ശുശ്രൂഷയിലൂടെ ഞാൻ ആഗ്രഹിച്ചത് ഒന്നു മാത്രമാണ്. ഒത്തിരിയേറെ മക്കൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ശുദ്ധീകരണ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം എത്രയും വേഗം നടന്നു കിട്ടും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, സ്വർഗത്തിലെ ഈ ഗ്രഡേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപയ്ക്ക് അനുപാതികമായിട്ടായിരിക്കും നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന മഹത്വം. ആ മഹത്വത്തിന് അനുസൃതമായിട്ടാണ് നമ്മുടെ മധ്യസ്ഥ സ്വാധീനം സ്വർഗത്തിൽ കൂടുന്നത്. ഇന്ന് ഈ ഒരു വലിയ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഫലം പുറപ്പെടുവിച്ചതുപോലെ ഈശോയെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ടും ഈശോയെ നിൻ്റെ വചനത്തിന് മാത്രം കാതോർത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളാക്കാൻ, സാക്ഷ്യമായി ജീവിക്കാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായി ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.